യെസ്, അഗൈൻ ഐ എം ബാക്ക് വിത്ത് കോസറ്റീവ് വെർബ്. ഓക്കെ, നമ്മുടെ വെർബിലെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇത്. ഇതുവരെയുള്ള വെർബിലെ എല്ലാ ക്ലാസ്സുകളും മക്കളെ വളരെ ക്ലിയർ ആയെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കോസറ്റീവ് വെർബ് അല്ലെ, ഈ ഒരു പേര് പലപ്പോഴും എനിക്ക് തോന്നി ഈ പേര് അധികം ആളുകൾ കേട്ടിട്ടില്ല. ഓക്കെ, കാരണം ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വെർബ് ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കാറില്ല. അല്ലാതെ എന്ത് ചെയ്യാറുണ്ട്, ഇതിന്റെ യൂസുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് പോസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പഠിപ്പിക്കാറില്ലെങ്കിൽ കൂടെ ഇതിന്റെ യൂസുകൾ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. നോക്കാം എന്താണ് ഇങ്ങനെ ഒരു പേരിൽ വന്നിരിക്കുന്നതെന്ന്. A causative verb is a verb used to indicate that some person or thing makes or helps to make something happen. എന്താണ് അതവിടെ നിൽക്കട്ടെ അല്ലേ. നമ്മളെ കൊണ്ട് ഒരാൾ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് മറ്റൊരാൾ എന്ത് ചെയ്യാണ്, ഒരു വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ആക്ഷൻ ചെയ്യിപ്പിക്കുകയാണ്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു അടി കൊടുത്ത് ചെയ്യിപ്പിക്കുക, ആ ഒരു ഇതല്ല കേട്ടോ. അത് നാലെണ്ണം കൊടുത്തിട്ട് അത് ചെയ്യണം, അതല്ല. നമ്മൾ കാരണം എന്ത് ചെയ്യാണ്, മറ്റൊരാൾ ഒരു ആക്ഷൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളുടെ നിർബന്ധം കാരണോ അല്ലെങ്കിൽ നമ്മൾ കാരണം എന്ത് ചെയ്യണം. ഇപ്പം നമ്മളൊരു കമ്പനിയുടെ ബോസ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർ ആര് കാരണമാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ കാരണമാണ് അല്ലെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് കൊടുത്തിട്ട് ഇത് ചെയ്യണ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഓക്കെ, എന്താണ്, നമ്മൾ കാരണം മറ്റൊരാൾ എന്ത് ചെയ്യാണ്, ഒരു പ്രവൃത്തി ചെയ്യാണ്. നമ്മൾ കാരണം മറ്റൊരാൾ ഒരു ആക്ഷൻ ചെയ്യുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് വെർബ് യൂസ് ചെയ്യേണ്ടത്, കോസറ്റീവ് വെർബ് യൂസ് ചെയ്യേണ്ടത്. നോക്കാം എന്താണെന്നുള്ളത്. മെയിൻ കോസറ്റീവ്, ഒരുപാട് കോസറ്റീവ് വെർബ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ വെർബുകളാണ് ലെറ്റ്, മേക്ക്, ഹാവ്, ഗെറ്റ്, ഹെൽപ്പ്. ഓക്കെ, ഏകദേശം ഇതിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണല്ലോ അല്ലേ. ലെറ്റ് അറിയാം, മേക്ക് അറിയാം, ഹാവ് അറിയാം, ഗെറ്റ് അറിയാം, ഹെൽപ്പ് ചെയ്താം. പക്ഷെ ഇതിൻ്റെ ഒരു മീനിങ് നമുക്ക് ഇവിടെ പറയുന്നില്ല. കാരണം ഇതിൻ്റെ മീനിങ് ഡയറക്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് വെർബ് എന്ന് പറയുന്ന ആ ഒരു വെർബായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആ മീനിങ്ങും തമ്മിൽ ചെറിയൊരു മാറ്റം വരും. ഓക്കെ, നോക്കാം ഒരാളെ കൊണ്ട് എങ്ങനെയാണ് മറ്റൊരു വ്യക്തി ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ മറ്റൊരാൾ വർക്ക് ചെയ്യാൻ കാരണമാവുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, മേക്ക്. ഓക്കെ, മേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒന്നുണ്ട്. എന്താണ് മേക്ക് പറയുമ്പോൾ, മേക്ക്, മെയ്ഡ്, ഉണ്ടാക്കുക, നിർമ്മിക്കുക എന്നൊക്കെ പറയും. ആ മീനിങ് അല്ല കേട്ടോ. മേക്കിന് നമ്മൾ കൊടുക്കുന്ന മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു ഫോഴ്സ് ആണ്. എന്താണ്, ടു ഫോഴ്സ് ഓർ കമ്പൽ. ടു ഫോഴ്സ് ഓർ കമ്പൽ എന്ത് ചെയ്യാണ് മക്കളെ, ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, ഒരു ഫോഴ്സ് കൊടുക്കണം. എന്താണ്, ഒന്ന് കമ്പൽ ചെയ്യാണ്. ഒരാളെ എന്ത് ചെയ്യാം, നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് കമ്പൽ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, വലുതായിട്ടൊന്നല്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് കമ്പൽ ചെയ്യിപ്പിച്ച് ഒന്ന് ഫോഴ്സൊക്കെ ചെയ്യിപ്പിച്ച് പറയിപ്പിച്ച് ചെയ്യിപ്പിക്കാം. നോക്കാം മീനിങ് നോക്കാം. എക്സാമ്പിൾ നോക്കാം. മൈ മദർ ഓൾവേസ് മേക്സ് മീ ഫിനിഷ് മൈ ഹോംവർക്ക്. പോരെ, ഈ ഒരൊറ്റ എക്സാമ്പിൾ മതി ആ മേക്സിൻ്റെ മീനിങ് കറക്റ്റ് ആവാൻ. എന്താണ്, മൈ മദർ ഓൾവേസ് മേക്സ് മീ ഫിനിഷ് മൈ ഹോംവർക്ക്. എൻ്റെ അമ്മ എന്ത് ചെയ്യും, എപ്പോഴും എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്യാൻ എന്ത് ചെയ്യും, എന്നെ മേക്ക് ചെയ്യാൻ, എന്നെ നിർബന്ധിക്കും. ഓക്കെ, ദെൻ ഹീ മെയ്ഡ് മീ ക്രൈ. അവൻ എന്നെ കരയിപ്പിച്ചു. ഇതെന്താണ് മക്കളെ, മേക്ക് പോയിട്ട് എന്തായി, മെയ്ഡായി. എന്തുകൊണ്ടാണ് മെയ്ഡായത്, അത് പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പം മേക്കിൻ്റെ പാസ്റ്റ് ആണ് എന്ത്, മെയ്ഡ്. അപ്പൊ പാസ്റ്റിൽ ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ഒരു മീനിങ് വരണമെങ്കിൽ എന്ത് വേണം, മെയ്ഡ് വേണം. ഓക്കെ, ഈ മെയ്ഡ് മീ ക്രൈ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കരയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. ദെൻ ഐ വിൽ മേക്ക് എവരി വൺ ലോഫ്. ഐ വിൽ മേക്ക് എവരി വൺ ലോഫ്. ഞാൻ എന്ത് ചെയ്യും, ഫ്യൂച്ചറാണ് കേട്ടോ, വില്ലാണ്. ഞാൻ എല്ലാവരും എന്ത് ചെയ്യും, ചിരിപ്പിക്കും. അങ്ങനെയാണ്, ഞാൻ എല്ലാവരും എന്ത് ചെയ്യും, ഞാൻ കാരണം എല്ലാവരും അങ്ങോട്ട് ചിരിക്കട്ടെ, ഞാൻ എല്ലാവരും ചിരിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തി കാരണം മറ്റുള്ളവരൊക്കെ എന്ത് ആക്ഷനാണ് ചെയ്യുന്നത്, ചിരിക്കുക അല്ലേ. അതിന് കാരണക്കാരൻ ആരാണ്, ഞാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ലേ, ഓരോന്നിനും ഒരു പാറ്റേൺ, ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതുപോലെ ഈ മേക്ക് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ് യൂസ് ചെയ്യുമ്പോൾ ആ സെൻറ്റൻസിന് വേണ്ട ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് തെറ്റിപ്പോകും. കാരണം നമ്മളിവിടെ ടെൻസിലോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സബ്ജക്റ്റീവ് പ്ലസ് കോസറ്റീവ് വെർബ് പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് V1. എന്താണ്, വളരെ സിമ്പിൾ ആണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സബ്ജക്റ്റ് വേണം, സബ്ജക്റ്റിന്റെ തൊട്ട് ബേക്കിൽ ഒരു കോസറ്റീവ് വെർബ് വേണം. അതിനുശേഷം എന്ത് വേണം, ഇവിടെ പോസിറ്റീവ് വെർബ് ആരാണ്, ഇവിടുത്തെ പോസിറ്റീവ് വെർബ് ആരാണ്, മേക്ക് ആണ് കേട്ടോ. ദെൻ ഒരു ഒബ്ജക്റ്റ് അല്ലെ, എന്തിനെയാണോ അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ നിർബന്ധിക്കുന്നത് ആ വ്യക്തി. ദെൻ V1 ഫോം ആണ് വരിക. നോക്കാം. ഐ ആണ് ഇവിടെ എന്ത്, സബ്ജക്റ്റ്. മെയ്ഡ് ആണ് ഇവിടെ, ഇത് മെയ്ഡ് മേക്കിന്റെ പാസ്റ്റ് ആണ്, ഇതൊരു
പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, മെയ്ഡ് ആണ് ഇവിടുത്തെ എന്ത് പോസിറ്റീവ് വെർബ്. ഇവിടെ ഹെർ കണ്ടോ, ഹെർ, ഈ ഹെർ ആണ് ഇവിടുത്തെ എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് എപ്പോഴും ഒരു വസ്തു തന്നെ ആവണമെന്നില്ല കേട്ടോ, വസ്തു തന്നെ ആവണമെന്നില്ല. ഒബ്ജക്റ്റ് എന്ത് ഒരു വ്യക്തിയും ആവാം ഒബ്ജക്റ്റ്. ഇവിടെ ആരാണ്, ഇവിടെ ഹെർ ആണ്, അവളെയാണ് ഇരുത്തിപ്പിക്കുന്നത് അല്ലെ. ഞാൻ ആരെയാണ് ഇരുത്തിക്കുന്നത്, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ കാരണം ആരാണ് അവിടെ ഇരിക്കുന്നത്, അവളാണ്. അപ്പൊ ഇവിടെ ആരാണ് ഒബ്ജക്റ്റ്, ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്, ഹെർ ആണ്. ഇതാണ് ഇവിടുത്തെ പോസിറ്റീവ് വെർബ്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്, ഐ ആണ്. ഓക്കെ, ദെൻ സിറ്റ് എന്താണ് മക്കളെ, നോക്കിയേ, സിറ്റ് എന്താണ്, V1 ആണ്. ക്ലിയർ ആയില്ലേ, നോക്കിയേ, സബ്ജക്റ്റ് ഉണ്ട്, പോസിറ്റീവ് വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, V1 ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഷീ വാസ് ട്രൈയിങ് ടു മേക്ക് മീ ക്രൈ. ഷി വാസ് ട്രൈയിങ്, അവൾ എന്ത് ചെയ്യാണ്, ഷി വാസ് ട്രൈയിങ് ടു മേക്ക് ചെയ്യാണ്. എന്ത് മേക്ക് ചെയ്യാണ്, മേക്ക് ഇവിടെ എന്താണ്, പോസിറ്റീവ് വെർബാണ്. മീ എന്താണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്, ക്രൈ ആണ് ഇവിടുത്തെ എന്ത് മക്കളെ, V1. ഓക്കെ, ബാക്കി എന്താണ്, ബാക്കിയൊക്കെ ഇതിന്റെ സബ്ജക്റ്റ് പാർട്ടാണ്. ഓക്കെ, ഷി വാസ് ട്രൈയിങ് ടു മേക്ക് മീ ക്രൈ, അവൾ എന്ത് ചെയ്യാണ്, അവൾ എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യൂ, ട്രൈ ചെയ്തു. ഷി വാസ് ട്രൈയിങ്, അവൾ ട്രൈയിങ് ചെയ്തുകൊണ്ടിരുന്നു എന്നെ എന്ത് ചെയ്യാൻ, കരയിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രക്ചർ, സബ്ജക്റ്റ്, പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് ആൻഡ് V1. ഓക്കെ, ദെൻ മേക്ക് ഹിം സ്ലീപ്പ്. ഓക്കെ, ദെൻ ഒരു സാധാ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, മേക്ക് ഹിം സ്ലീപ്പ്. അവൻ എന്നെ ഉറക്കി. ഇവിടെ എന്താണ്, ഇവിടെ സബ്ജക്റ്റ് ഇല്ല കേട്ടോ. ഇവിടെ സബ്ജക്റ്റ് ചിലപ്പോൾ അമ്മയാവാം, അച്ഛനാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. ആരോ മേക്ക് ഹിം സ്ലീപ്പ്, ആ വ്യക്തിയാണ് എന്ത് ചെയ്തത്. ഇവിടെ സബ്ജക്റ്റ് ഹൈഡ് ആണ്, കാരണം സബ്ജക്റ്റിന്റെ ആവശ്യം വരുന്നില്ല. മേക്ക് ഹിം കീപ്പ്, ഇവിടെ എന്താണ് മക്കളെ, ഇവിടെ സബ്ജക്റ്റ്, ഇവിടെ എന്താണ് സബ്ജക്റ്റ്, ഇവിടെ ഹൈഡ് ആണ്. മേക്ക് എന്താണ്, പോസിറ്റീവ് വെർബാണ്. ഹിം എന്താണ്, ഒബ്ജക്റ്റ് ആണ്. സ്ലീപ്പ് എന്താണ്, V1 ആണ്. മേക്ക് ഹിം സ്ലീപ്പ്, അതും എന്താണ്, ഒരാൾ കാരണമാണ്. ഓക്കെ, സോ ഒന്ന് ഓർക്കണം, ഒരാൾ കാരണം, മറ്റുള്ള ഒരു വ്യക്തി ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ കാരണം മറ്റൊരാൾ ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയാറ്, പോസിറ്റീവ് വെർബ്സ് എന്നാണ് പറയാറ്. അങ്ങനെയുള്ള വെർബ്സുകൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു വെർബാണ് മേക്ക്. അതിൻ്റെ മീനിങ് ആണ് ടു ഫോഴ്സ്, കമ്പൽ എന്ന് പറയുന്ന മീനിങ്. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, സബ്ജക്റ്റ്, പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് ആൻഡ് V1. ഓക്കെ, ക്ലിയർ അല്ലേ? Then next one, let me go എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ സെയിം മീനിങ് ആട്ടോ ഇവിടെ വരുന്നത്. ഒരു പെർമിഷൻ കൊടുക്കാണ്, ലെറ്റ് മീ ഗോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പെർമിഷൻ, ഒരു അലോ കൊടുക്കാണ്, ഒരു പെർമിറ്റ് കൊടുക്കാണ് അല്ലേ. നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാണ്, പെർമിഷൻ കൊടുക്കാണ്. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ നോക്കാം. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്, സെയിം സ്ട്രക്ചർ ആണ് അല്ലെ, സെയിം സ്ട്രക്ചർ ആണ്. എന്തിന്റെ, നമ്മൾ തൊട്ട് മുമ്പ് എന്താ മക്കളെ പഠിച്ചത്, ഇതാ മേക്ക് പഠിച്ചു. മേക്കിന്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് ലെറ്റിനും. സബ്ജക്റ്റ്, പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ്, V1. എന്താണ്, സബ്ജക്റ്റ് ഉണ്ട്, പോസിറ്റീവ് വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, V1 ഉണ്ട്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ദെൻ നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹെർ മദർ എന്താണ്, അവളുടെ അമ്മ. ഹെർ മദർ എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദെൻ ലെറ്റ് ഇതാ നമ്മുടെ പോസിറ്റീവ് വെർബ്. ഹെർ ഗോയാണ് ഇവിടെ, ഗോ വെന്റ്. ഗോ എന്താണെന്ന് പറഞ്ഞ്, V1 ആണ്. ഇവിടെ എന്തുണ്ട് നടുവിൽ, ഹെർ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ഉണ്ട്. ക്ലിയർ ആണ് അല്ലേ? നോക്കാം. ഹെർ മദർ ലെറ്റ് her go out to the movies with her friends. അവളുടെ അമ്മ എന്ത് ചെയ്തു, അവളെ ഫ്രണ്ട്സിന്റെ കൂടെ മൂവി കാണാൻ പോവാൻ എന്ത് ചെയ്തു, അലോ ചെയ്തു, അനുവദിച്ചു. നോക്കാം, സബ്ജക്റ്റ് ഹെർ മദർ, ലെറ്റ് പോസിറ്റീവ് വെർബ്, തൊട്ട് താഴെ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വരുന്നു, ദെൻ V1 വരുന്നു, ഗോ വരുന്നു. ക്ലിയർ അല്ലേ? സ്ട്രക്ചർ ക്ലിയർ ആണല്ലോ മക്കളെ, മീനിങ്ങും ക്ലിയർ ആണ്. ഓക്കെ, ദെൻ അതിലൊരു നെഗറ്റീവ് പോലെ. ഓക്കെ, ഐ ഡോണ്ട് ലെറ്റ് മൈ കിഡ്സ് വാച്ച് വയലന്റ് മൂവി. ഞാൻ എന്തിനു അനുവദിക്കാറില്ല, എൻ്റെ മക്കളെ വയലന്റ് മൂവി കാണാൻ ഞാൻ എന്ത് ചെയ്യാറില്ല, അനുവദിക്കാറില്ല. മക്കൾ വയലന്റ് ആയാലും ഒന്ന് പേടിയാണെന്ന് തോന്നൂലേ അമ്മയ്ക്ക്? സോ നോക്കാം, ഇവിടെ എന്താണ്, ഇവിടെ ഐ തന്നെയാണ് സബ്ജക്റ്റ്. ഓക്കെ, ഐ ഡോണ്ട് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഡോണ്ട് യൂസ് ചെയ്തത്. ഐ ആണ് ഇവിടെ ആര്, സബ്ജക്റ്റ്. ലെറ്റ് പോസിറ്റീവ് വെർബ്, മൈ കിഡ്സ് ആണ് ഇവിടെ, മൈ കിഡ്സ് ആണ് ഇവിടെ എന്ത്, ഒബ്ജക്റ്റ്. ഓക്കെ, വാച്ച് ആണ് ഇവിടെ എന്ത് മക്കളെ, എന്താണ്, V1.
ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡോണ്ട് ലെറ്റ് മൈ കിഡ്സ് വാച്ച്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ലെറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ്, മൈ കിഡ്സ് എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, വാച്ച് എന്ന് പറയുന്ന V1. ഓക്കെ, ദെൻ ഐ ലെറ്റ് ഹിം കട്ട് മൈ ഹെയർ. എന്താണ്? ഐ ലെറ്റ് ഹിം കട്ട് മൈ ഹെയർ. നമ്മൾ പറയാറുണ്ട് ഞാൻ മുടി വെട്ടാൻ പോവാണെന്ന് പറയും അല്ലേ? പക്ഷേ ഫോറിൻ ലാംഗ്വേജുകാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ മുടി വെട്ടാൻ പോവാണെന്ന് പറഞ്ഞാൽ അവരെന്താണ് വിചാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്? ഞാൻ പോയിട്ട് എൻ്റെ മുടി വെട്ടിയിട്ട് തരാണ്. നമ്മൾ സ്വന്തമായിട്ട് മുടി വെട്ടുന്നതിനാണ് അവർ ഞാൻ മുടി വെട്ടാൻ പോവാണെന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ മറ്റൊരാളെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴും മുടി വെട്ടാൻ പോകുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക? ഞാൻ മുടി വെട്ടാൻ പോവാം അങ്ങനെ പറയാം. പക്ഷെ ഞാൻ മുടി വെട്ടാൻ പോവാന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സ് എന്താ വിചാരിക്കുക വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മുടി വെട്ടാൻ പോവാണെന്നാണ് വിചാരിക്കുക. ഓക്കെ, അവർക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണം, വളരെ ക്ലിയർ ആയിട്ട്. ഞാൻ എൻ്റെ മുടി മറ്റൊരാളെ കൊണ്ട് വെട്ടിക്കാൻ പോവുകയാണെന്നുള്ള മീനിങ് തന്നെ അവർക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ അവരെങ്ങനെയാണ് പറയുക? ഐ ലെറ്റ് ഹിം കട്ട് മൈ ഹെയർ. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ മുടി എന്ത് ചെയ്യാണ്? വെട്ടാൻ അനുവദിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മക്കളെ? ഐ ലെറ്റ് ഹിം കട്ട് മൈ ഹെയർ. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് അല്ലെങ്കിൽ അവൻ എൻ്റെ മുടി വെട്ടാൻ ഞാൻ അനുവദിക്കുകയാണ്, മുടി വെട്ടാൻ പോവാണെന്ന് പറഞ്ഞതാണ് കേട്ടോ. ദെൻ നോക്കാം, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കാണാം. ദെൻ പോസിറ്റീവ് വെർബ് എന്താണ്? വേഗം നോക്കിയിട്ട് പറയും മക്കളെ, പെട്ടെന്ന് പറയൂ. എന്താണ്? 3 എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് പറയാൻ കിട്ടണം എല്ലാ കാര്യങ്ങളും. എന്താണ് മക്കളെ പറഞ്ഞ്? ലെറ്റാണ്. എന്ത് ഇവിടെ ലെറ്റാണ്? എന്ത്? യെസ്, പോസിറ്റീവ് വെർബ്. ദെൻ ഇവിടെ ഹിം ആരാണെന്ന് പറഞ്ഞ്, ഇവിടെ ഹിം ആരാണ്? ഒബ്ജക്റ്റ് ആണ്. ദെൻ കട്ട് എന്താണ്? ഇവിടെ V1 എന്ന് പറയുന്ന എന്താണ്? കട്ട് വെർബാണ് അല്ലേ? ഓക്കെ, ദെൻ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാണ് ബാക്കി ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. മൈ ഹെയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഐ ലെറ്റ് ഹിം റൈറ്റ് ദ നോവൽ. ഐ സബ്ജക്റ്റ്, ലെറ്റ് പോസിറ്റീവ് വെർബ്, ഹിം ഒബ്ജക്റ്റ്, റൈറ്റ് V1 എന്ന് പറയുന്ന വെർബ്, ദ നോവൽ. ഞാൻ എന്ത് ചെയ്തു? ഒരു നോവൽ എഴുതാൻ എന്ത് ചെയ്തു? അവനങ്ങ് അനുവദിച്ചു. ഐ മീൻ ഞാനൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ദെൻ ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ലെറ്റ് മീ ഗോ. വളരെ സിമ്പിളാണ്. ഈ ലെറ്റ് മീ ഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്താണ്? ഹൈഡ് ആണ് അല്ലേ? ഇവിടെ ഒരു വ്യക്തി അനുവാദം കൊടുത്തിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ ആരുണ്ട്? ലെറ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് V1. ഓക്കെ, ലെറ്റ് മീ ഗോ. ഇവിടെ സബ്ജക്റ്റിന്റെ ആവശ്യം വരുന്നില്ല, അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എന്നിരുന്നാലും ഒരാൾ അനുവാദം കൊടുത്തിട്ടാണ് ആ പ്രവൃത്തി നടക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി പോകുന്നത് എങ്ങനെയാണ്? എന്നോട് ഒരാൾ പോവാൻ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ. എന്താണ് മക്കളെ പോസിറ്റീവ് വെർബ്? വീണ്ടും എന്താണ് പോസിറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞ്? നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അനുവാദം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റൊരാളെ എങ്ങനെയെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരികയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് വെർബ് യൂസ് ചെയ്യും. സോ മേക്ക് യൂസ് ചെയ്ത് പഠിച്ചു. ദെൻ നെക്സ്റ്റ് വൺ ലെറ്റ് ആണ്. രണ്ടിൻ്റെയും എന്തായിരുന്നു? സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. സബ്ജക്റ്റ് പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് V1. ഓക്കെ, ക്ലിയർ? ദെൻ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, ഹെൽപ്പിന് ഏകദേശം നമ്മുടെ ഹെൽപ്പ് എന്ന് പറയുന്ന മീനിങ് തന്നെയാണ് കേട്ടോ. ഒന്ന് അസിസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? എയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ സ്ട്രക്ചർ ഈസ് സെയിം. അഗെയിൻ സ്ട്രക്ചർ ഈസ് സെയിം. സബ്ജക്റ്റ് പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് V1. സ്ട്രക്ചർ എന്താണ് മക്കളെ? ഇവിടെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് സ്ട്രക്ചർ. നോക്കിയേ, സബ്ജക്റ്റ് പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് പ്ലസ് V1. ഓക്കെ, ക്ലിയർ? നോക്കാം. He helped me to carry the boxes. He helped me to carry the box. എന്താണ് ഈ ഹെൽപ്പടൊക്കെ? ED വരുന്നുണ്ട് കേട്ടോ, പാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. He helped me carry the boxes. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് ടു വെച്ചിട്ടും പറയും, ഇൻഫിനിറ്റീവ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മുടെ ഒരു കംഫർട്ടബിൾ ആണ്. ഓക്കെ, ഹി ഹെൽപ്പ് മീ ടു ക്യാരി ദ ബോക്സസ്. പറഞ്ഞു പഠിച്ചവർ അങ്ങനെ ടു പറഞ്ഞു പഠിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹി ഹെൽപ്പ് മീ ടു ക്യാരി ദ ബോക്സസ്. എന്താണ് ഹെൽപ്പ്? ഇവിടെ നോക്കാം. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹെൽപ്പ് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ്, മീ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ക്യാരി എന്ന് പറയുന്ന V1. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ട്രക്ചർ ക്ലിയർ അല്ലേ മക്കളെ? ദെൻ റീഡിങ് ബിഫോർ ബെഡ് ഹെൽപ്സ് മീ റിലാക്സ്. അത് എന്താണ് മക്കളെ? അതും ഒരു തരം ആരാണ്? ഇവിടെ ആരാണ്? ഒരു വസ്തു കാരണമാണ്, ഒരു വ്യക്തി കാരണമൊന്നല്ല അല്ലെ? റീഡിങ് ബിഫോർ ബെഡ് ഹെൽപ്സ് മീ. എന്താണ്? ഇവിടെ ബുക്ക് വായിക്കുന്നത് കാരണമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഉറങ്ങുന്നതും. അതും ഒരു പോസിറ്റീവ് വെർബ്സ് തന്നെയാണ്. ഓക്കെ,
ഇവിടെ കോസ്റ്റീവ് വെർബ്സിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആരാണ് മക്കളെ? റീഡിങ് ആണ്. ബിഫോർ ബെഡ് ഹെൽപ്സ് മീ ടു റിലാക്സ് അല്ലേ? റിലാക്സ് ആണ് അല്ലേ? എന്താണ്? റിലാക്സ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഹെൽപ്പിന്റെ കേസ് വരുമ്പോൾ കൂടുതലും ഇൻഫിനിറ്റീവ് വെച്ചിട്ടാണ് എന്ത് വരുന്നത്? ഇൻഫിനിറ്റീവ് വെച്ചിട്ടാണ് വെർബ് വരുന്നത് അല്ലേ? ടു വെച്ചിട്ട് അല്ലേ? ടു വെച്ചിട്ടാണ് എന്ത് വരുന്നത്? വെർബ് വരുന്നത് അല്ലേ? നോക്കാം. ഹെൽപ്സ് മീ റിലാക്സ് എന്നും പറയാം, അതുപോലെ ഇൻഫിനിറ്റീവ് ചേർത്തിട്ടും പറയാം. ഓക്കെ, ദെൻ ഐ ഹെൽപ്പ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വെർബ് ഹെൽപ്പ് എന്ന് പറയുന്ന എന്താ മക്കളെ? ഹെൽപ്പ് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ് മൈ ഫ്രണ്ട് ആണ്. ഇവിടെ എന്ത്? മൈ ഫ്രണ്ട് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ദെൻ ടു ഫിനിഷ് ഉണ്ടോ? ഇൻഫിനിറ്റീവ് ആണ്. ടു ഫിനിഷ് ആണ് ഇവിടുത്തെ എന്ത്? V1 വരുന്നത്. ഓക്കെ, നോക്കാം. എന്താണ്? ഫ്രണ്ട് എന്ത് ചെയ്തു? പ്രൊജക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ ഫ്രണ്ട് എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ദെൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഹെൽപ്പ് മീ. എന്താണ്? ഹെൽപ്പ് മീ എന്താണ്? സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, ദെൻ ഐ ഹെൽപ്ഡ് ഹിം ടു റൈറ്റ് ദ റിപ്പോർട്ട്. ഇത് പാസ്റ്റ് ആട്ടോ. ഐ ഹെൽപ്ഡ് ഹിം ടു റൈറ്റ് ദ റിപ്പോർട്ട്. എന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഐ ഹെൽപ്ഡ്, ഞാൻ. ഐ സബ്ജക്റ്റ്, ഹെൽപ്പ് പോസിറ്റീവ് വെർബ്, ഹിം ഒബ്ജക്റ്റ്, ടു റൈറ്റ് V1 ടു ദ റിപ്പോർട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചർ ആ സെന്റൻസിൽ ഉണ്ടോ എന്ന് നോക്കുക ആദ്യം, എന്നിട്ട് അതിൻ്റെ മീനിങ് നോക്കുക. ഓക്കെ, ആദ്യം സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചർ നോക്കുമ്പോൾ ഏകദേശം ഒന്ന് ക്ലിയർ ആയി കിട്ടും. സബ്ജക്റ്റും പോസിറ്റീവ് വെർബും ഒബ്ജക്റ്റും V1 ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം അതിൻ്റെ സ്ട്രക്ചർ നോക്കുക. സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ക്ലിയർ ആവും. ദെൻ അതിൻ്റെ മീനിങ് നോക്കുന്നതോടുകൂടി എന്താവും? പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? നന്നായിട്ട് അങ്ങ് കത്തും. ഓക്കെ, ദെൻ ഐ വിൽ ഹെൽപ്പ് ഹിം ടു റൺ. എന്താണ്? ഐ വിൽ ഹെൽപ്പ് ഹിം ടു റൺ. ആ വ്യക്തി ഓടാൻ ഹെൽപ്പ് ചെയ്തത് ആരാണ്? ഈ ഐ എന്ന് പറയുന്ന ആളാണ്. ഇതെന്താണ് മക്കളെ? ഇത് ഫ്യൂച്ചറിലൊന്ന് യൂസ് ചെയ്തു കേട്ടോ. ഐ വിൽ ഹെൽപ്പ് ഹിം എന്ന് പറയുന്ന ഓബ്ജക്റ്റ്, ടു റൺ എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ്, റൺ എന്ന് യൂസ് ചെയ്യുക, ടു റൺ എന്ന് യൂസ് ചെയ്യാം. എന്താണ് മക്കളെ? V1 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഹാവ്. എന്താണ്? ഹാവ്. നോക്കാം. ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന മീനിങ് ഒന്നും വരരുത്. ഈ ഹാവിന് മാത്രം എന്താണെന്നറിയോ? ഹാവിന് മാത്രം 2 സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, കാരണം ഇപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞു മക്കളെ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു വസ്തുവും ആവാമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ വസ്തു ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹാവിനൊരു പ്രശ്നമുണ്ട്. വസ്തുവിനും അതുപോലെ വ്യക്തിക്കും ഇങ്ങനെ 2 ഒബ്ജക്റ്റ് വരുമ്പോൾ ഹാവ് എന്ത് ചെയ്തു? അതിന് 2 സ്ട്രക്ചർ ഉണ്ടാക്കി. നോക്കാം. Give someone to the responsibility to do something. ഒരാൾക്ക് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യാണ് മക്കളെ? ഒന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നോക്കാം. സബ്ജക്റ്റ് ഫസ്റ്റ് സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ്, പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആണെങ്കിൽ അല്ലെ, ഹി, ഹിം, മീ, മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ? അതൊക്കെ എന്തായിരുന്നു? ഒരു പേഴ്സൺ ആയിരുന്നു. പേഴ്സൺ ആയിരുന്നെങ്കിൽ നമ്മൾ അതിൽ ചെയ്ത പോലെ തന്നെ എന്താണ്? ലെറ്റിലും മേക്കിലും ഒക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? V1 തന്നെ കൊടുക്കാം വെർബിന്റെ. പക്ഷേ ബട്ട് നോക്കിയേ, സബ്ജക്റ്റ്, പോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ് തിങ് ആണെങ്കിൽ, ഒബ്ജക്റ്റ് ഒരു വസ്തുവാണ് എന്നുണ്ടെങ്കിൽ മക്കളെ V1 അങ്ങ് എടുത്ത് ഒഴിവാക്കിക്കോളൂ, V3 എടുത്തോളൂ അല്ലെ? ഇഡി ഫോം, റിട്ടൺ ഫോം, ഡിഡ് ഫോം എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. എന്താണ് മക്കളെ? ഒബ്ജക്റ്റ് ഒരു വസ്തു ആണെങ്കിൽ എന്താക്കി മാറ്റി? വസ്തു ആണെങ്കിൽ ഹാവ് എന്ത് ചെയ്തു? V3 എടുത്തു. ഓക്കെ, ദെൻ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യാം? പേഴ്സൺ, ഒരു വ്യക്തി വരുമ്പോൾ എക്സാമ്പിൾ. നമ്മൾ പൊതുവെ എല്ലാ പോസിറ്റീവ് വെർബ്സിനും എന്താണ്? ഇത് തന്നെയാണ് സ്ട്രക്ചർ. എന്താണ്? ഒബ്ജക്റ്റ്, പേഴ്സൺ പ്ലസ് V1 തന്നെയാണ്. നോക്കാം, അത് നമുക്ക് നോക്കാം. ഷീ ഹാസ് ദ ഹെയർ ഡ്രസ് ടു ഡു ഹെയർ ഹെയർ. അവൾക്ക് എന്താണ്? അവളുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ അവൾക്ക് ഒരു ഹെയർ ഡ്രസ്സ് ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ട്. നോക്കാം. ഷീ ഹാസ്. ഷീ എന്താണ്? ഹാസ്. എന്താ ഹാസ് വന്നത്? ഇപ്പൊ ഇത്ര ഇവിടെ ഹാവ് പറഞ്ഞിട്ട്. ഓക്കെ, എന്താണ് മക്കളെ? ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യാറുള്ളത്? ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, പ്ലൂറലിന്റെ കൂടെ അല്ലേ യൂസ് ചെയ്യാറുള്ളത്? ഇവിടെ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ? ഷീ ആണ്. ഷീയും ഹിയും ഒക്കെ വരുമ്പോ എന്താണ് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഹാസ് ആണ്. സോ she has the hairdresser do her hair. ഇവിടെ hairdresser എന്താണ് മക്കളെ? പേഴ്സൺ ആണ് അല്ലേ? ഒബ്ജക്റ്റ് എന്താണ് മക്കളെ? ഇവിടെ
പേഴ്സൺ ആണ്. ഒബ്ജക്റ്റ് പേഴ്സൺ ആവുമ്പോൾ എന്താണ് ഒന്ന് പറഞ്ഞേ. ഒബ്ജക്റ്റ് പേഴ്സൺ ആവുമ്പോൾ എന്തായിരുന്നു സ്ട്രക്ചർ? സബ്ജക്റ്റ്, കോസിറ്റീവ് വെർബ്, ഒബ്ജക്റ്റ്, V1 ആണ്. നോക്കാം, ദാ ഇവിടെ കണ്ടോ, ഡു കണ്ടോ മക്കളെ, ഡു കണ്ടോ? ഡു എന്താണ്? ഡു ഒന്ന് പറഞ്ഞേ. ഡു എന്താണ്? V1 ആണ് അല്ലെ, V1 ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. സബ്ജക്റ്റ് ഒരു പേഴ്സൺ ആയപ്പോൾ വെർബ് V1 ആയി. ഇവിടെ ആരുണ്ട്? നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ ഹാവിന്റെ ഹാസ് എന്ന് പറയുന്ന കോസിറ്റീവ് വെർബ് ഉണ്ട്. നോക്കാം. ദെൻ the businessman had his secretary make copies of the report. businessman had his secretary, അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ത് ചെയ്തു? മേക്ക് കോപ്പീസ് ഓഫ് ദ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്തു? ചെയ്യിപ്പിച്ചു അല്ലേ? എങ്ങനെയും റിപ്പോർട്ടൊക്കെ ചെയ്തത് നോക്കാം. ഇവിടെ എന്താണ് സെക്രട്ടറി? എന്താണെന്ന് മക്കളെ ഒന്ന് പറഞ്ഞേ. സെക്രട്ടറി എന്താണ്? അവിടെ എന്താണ്? പേഴ്സൺ ആണ് അല്ലെ. അവിടെ ഒബ്ജക്റ്റ് എന്താണ്? പേഴ്സൺ ആണ്. ഓക്കെ, ദെൻ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? മെയ്ക്ക് ആണ് അല്ലെ. മെയ്ക്ക് അറിയുമ്പോ എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് ബോൺ V1. ഓക്കെ, ദെൻ ഇവിടെ ദ ബിസിനസ്മാൻ ആണ് ഇവിടെ എന്ത്? സബ്ജക്റ്റ്. ഹാവ് എന്തായി മക്കളെ? ഹാഡ് ആയി. പാസ്റ്റ് ആവുമ്പോ ഹാഡ് ആവുന്നുണ്ട് അല്ലെ, ഹാസ് ആവുന്നുണ്ട്, ഹാവ് വരുന്നുണ്ട്, ഹാഡും വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ ടെൻസിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ മാറ്റി കളിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇനി അടുത്തത് നമുക്കൊരു ഫ്യൂച്ചറിലോട്ട് നോക്കാം. ഐ വിൽ ഹാവ് മൈ അസിസ്റ്റന്റ് കോൾ യു റീഷെഡ്യൂൾ ദ അപ്പോയിൻമെന്റ്സ്. എന്ത് ചെയ്യാണ്? അസിസ്റ്റന്റ് എന്തിനെ വിളിച്ചിരുന്നു? അപ്പോയിൻമെന്റ്സ് ഒക്കെ. എന്താണ്? അപ്പോയിൻമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ? ആ വ്യക്തിയാണ് ചെയ്യിപ്പിക്കുന്നത്. അസിസ്റ്റന്റ് ആണ്. മൈ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പേഴ്സൺ ആണ്. പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? കോൾ എന്ന് പറയുന്ന V1 കാണാം. ഇവിടെ കോൾ എന്ന് പറയുന്ന V1 കാണാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഹാവ് ഉണ്ട്, പോസിറ്റീവ് വെർബ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഒരു പേഴ്സൺ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ട്, V1 ഉണ്ട്. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പേഴ്സൺ ആയാലുള്ള ഒരു മാറ്റം കണ്ടു. ഇനി ഒബ്ജക്റ്റ് തിങ് ആയാൽ ഹാവിന് എന്താ പറ്റുക നോക്കാം. സബ്ജക്റ്റ്, കോസിറ്റീവ് വെർബ്. കോസിറ്റീവ് വെർബ് ഇവിടെ എന്താണ് മക്കളെ? ഹാവ് ആണ്. ഇവിടെ എന്താണ്? ഒബ്ജക്റ്റ് ഒരു വസ്തു ആണെങ്കിൽ V3 ആണ് യൂസ് ചെയ്യുന്നത്. നോക്കാം, എക്സാമ്പിൾ നോക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. എന്താണ്? ഐ എം ഗോയിങ് ടു. എന്താണ്? ഐ എം ഗോയിങ് ടു ഹാവ് പോസിറ്റീവ്. മൈ ഹെയർ ആണ് മക്കളെ. ഹെയർ എന്താണ്? ഹെയർ എന്താണ്? ഒരു തിങ് ആണ് അല്ലെ, ഒരു വസ്തുവാണ്. കട്ട്, കട്ടിന്റെ V3 ഫോമും കട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതെന്താണ്? കട്ട് എന്താണെന്ന് പറഞ്ഞേ. V3 ആണ് മക്കളെ. എങ്ങനെ V3 വന്നു? ഒബ്ജക്റ്റ് എന്തായി? ഒരു വസ്തു ആയി മാറിയപ്പോ എന്ത് ചെയ്തു? V3 വന്നു. ഹാവ് ഒരു പോസിറ്റീവ് വെർബ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് V3, ഒബ്ജക്റ്റ് ഒരു വസ്തു ആയി വന്നാൽ എന്ത് യൂസ് ചെയ്യും മക്കളെ? V3 യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഐ ഹാഡ്, ഹാവ് ഹാഡ് ആയി, പാസ്റ്റ് ആയതുകൊണ്ടാണ്. ഐ ഹാഡ് മൈ ഹെയർ കട്ട്. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഹെയർ കട്ട് ചെയ്യിപ്പിച്ചു എന്ന മീനിങ് ആണ്. ഐ മീൻ ഹെയർ എന്താണ്? തിങ് ആണ്. തിങ് ആയപ്പോൾ എന്ത് വന്നു? കട്ട് V3 വന്നു. ദെൻ ഐ എം ഹാവിങ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. എന്താണ്? നമ്മൾ പോസിറ്റീവ് വെർബ്സിന്റെ കൂട്ടത്തിൽ ഒരു ഗെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ? ഗെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പോസിറ്റീവ് വെർബിന്റെ കൂട്ടത്തിൽ ഒരു ഗെറ്റ് ഉണ്ടായിരുന്നു. ഈ ഗെറ്റ് നമുക്ക് ഹാവ് യൂസ് ചെയ്യുന്നിടത്തൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഹാവ് യൂസ് ചെയ്തപ്പോൾ ഈ ഹാവ് യൂസ് ചെയ്യുന്നിടത്ത്, ഇവിടെ ഈ ഹാഡ് യൂസ് ചെയ്യുന്നിടത്ത്, ഇവിടെ ഗെറ്റ് ഹാഡിന് വരും ഗോട്ട്. ഇവിടെ V3 ഫോം ആകുമ്പോൾ എന്ത് ചെയ്യും? ഗെറ്റിന്റെ ഗോട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എവിടേക്കോ ഹാവ് കാണുന്നോ അവിടെയൊക്കെ നിങ്ങൾ ഗെറ്റ് യൂസ് ചെയ്യുക. സെയിം മീനിങ്, ഒരു മാറ്റവും ഇല്ല, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, നോക്കാം. സോ ഐ എം ഹാവിങ് എന്ന് പറയാം. അതിന് പകരം നോക്കിയാൽ ഞാൻ ഗെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം ഗെറ്റിംഗ് മൈ കാർ സർവീസ്. എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ കാർ എന്ത് ചെയ്യാണ്? സർവീസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? കാർ സർവീസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. ഒരു വ്യക്തിയെ കൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ നോക്കണം. പോസിറ്റീവ് വെർബ്സ് ഇതെന്താ വെറുതെ പാസ്റ്റ് ടെൻസ് ആയോ, പാസ്റ്റ് ടെൻസ് ആയോ ഒന്നും ചിന്തിക്കരുത്. നമ്മളൊരു കാർ സർവീസ് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. സോ I am having my car service എന്നും I am getting my car service എന്നും ഉപയോഗിക്കാം. മക്കളെ എന്താണ് ഇത്? മറക്കരുത്. ഇതെന്താണ്? V3 ഫോം ആണ് അല്ലേ. ഒരു ഒബ്ജക്റ്റ് തിങ് ആയപ്പോൾ എന്തായി മാറി? V3 ഫോം വന്നു. ഓക്കെ, ദെൻ
ഐ ഗോട്ട്, ഇവിടെ കണ്ടോളൂ, ഐ ഗോട്ട് യൂസ് ചെയ്തു അല്ലെ. ഇതെന്താണ്? ഐ ഗോട്ട്, ഐ ഹാഡ്. ഈ ഗെറ്റിന്റെ പാസ്റ്റ് ആണ് കേട്ടോ മക്കളെ ഗോട്ട്. ഓക്കെ, അപ്പൊ ഹാഡ് എന്താണ്? ഹാവിന്റെ പാസ്റ്റ് ആണ്. അപ്പോൾ ഐ ഗോട്ട് മൈ കാർ സർവീസ്, ഞാൻ എൻ്റെ കാർ സർവീസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ഐ ഹാഡ് മൈ കാർ സർവീസ്ഡ്, ഞാൻ എൻ്റെ കാർ എന്ത് ചെയ്തു? സർവീസ് ചെയ്യിപ്പിച്ചു. രണ്ടും എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഹാവിന്റെ എല്ലാ കേസിലും പോയിട്ട് ഗെറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? V3 ഫോം കാണുന്നുണ്ട്. V3 ഫോം ആണ്. ഒരു കാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവാണ് അല്ലെ? എന്താണ്? ഒരു തിങ് ആണ്. ക്ലിയർ അല്ലേ? ഓരോ എക്സാമ്പിളും ക്ലിയർ ചെയ്യുന്തോറും എന്താണ്? കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദെൻ ഐ ഹാഡ് മൈ ഗ്രോസറീസ് ഡെലിവേർഡ്, എന്താണ്? ഞാൻ എൻ്റെ ഗ്രോസറി സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡെലിവറി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഐ മീൻ ഇതൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം, നമ്മൾ വിളിച്ച് ചെയ്യിപ്പിക്കണം. സോ അതും ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോസിറ്റീവ് വെർബ് തന്നെയാണ് അല്ലേ? ഇതിലും മറ്റൊരാളുടെ ഒരു കൈ കാണുന്നുണ്ട്. ഒക്കെ നോക്കാം. ഐ ഹാഡ് മൈ ഗ്രോസറീസ് ഡെലിവേർഡ്. ഫസ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രോസറി എന്ന് പറയുന്ന ഒരു വസ്തു ആയതുകൊണ്ട് ഇവിടെ ഡെലിവേർഡ് എന്ന് പറയുന്ന V3 കാണാം. ദെൻ ഐ ഹാഡിന് പകരം എന്ത് യൂസ് ചെയ്യാം മക്കളെ? എന്ത് യൂസ് ചെയ്യാം? ഗോട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹാഡ് എന്ന് പറയുന്ന പോസിറ്റീവ്, മൈ ഗ്രോസറീസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് തിങ്, ഡെലിവേർഡ് എന്ന് പറയുന്ന V3 ഫോം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? നേരെ സ്ട്രക്ചറിലോട്ട് നോക്കണം, ദെൻ സെന്റൻസ് നോക്കണം. ഓക്കെ, ദെൻ രാഹുൽ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹാവിന്റെ ഹാഡ് ഫോം. ദെൻ ഹിസ് ഹൗസ്, തിങ് ആണ്, വസ്തുവാണ്. സ്വാഭാവികമായിട്ട് എന്ത് വന്നു? V3 വന്നു. ഹിസ് ഹൗസ് എന്താണ് മക്കളെ? ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്തായിരുന്നു ഇവിടെ? ഒരു തിങ് ആയിരുന്നു, ഒരു വസ്തുവാണ് അല്ലേ? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? V3 വരും. രാഹുൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓരോ സെന്റൻസിനും എന്താണ്? കറക്റ്റ് സ്ട്രക്ചർ ആയിട്ട് തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? ഉദാഹരണങ്ങൾ വന്നിട്ടുള്ളത്. സോ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോട്ട് എന്ത് ചെയ്യാം? ഗോട്ട് എവിടെ യൂസ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഗോട്ട് ഒരു വസ്തുവാണ്. ഗോട്ടിന്റെ കേസ്, ഐ മീൻ ഗെറ്റിന്റെ കേസിലും ഒബ്ജക്റ്റ് ഒരു വസ്തുവാണെങ്കിൽ എന്താണ്? ഒന്നും കൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു. എഴുതി വെക്കണം ഷോർട്ടായിട്ട് സൈഡിൽ. ഗെറ്റിന്റെ കേസിലും ഒബ്ജക്റ്റ് ഒരു വസ്തുവാണെങ്കിൽ, ഗെറ്റിന്റെ കേസിലും ഒബ്ജക്റ്റ് ഒരു വസ്തുവാണെങ്കിൽ ഹാവിന്റെ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഇവിടെയൊക്കെ ഗെറ്റും യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഗെറ്റ്. ഓക്കെ, ഗെറ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തൊട്ടടുത്ത ഇതിൽ ഞാൻ എന്തായിരുന്നു? സ്ലൈഡിൽ ഞാൻ എന്തായിരുന്നു മക്കളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഗെറ്റ് എപ്പോൾ യൂസ് ചെയ്യാം? ഗെറ്റും ഹാവും ഒരു വസ്തുവാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ, എന്താണ്? ഒരു വസ്തുവാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിലാണ് ഞാൻ ആ പറഞ്ഞ പോലെ ഗെറ്റ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഗെറ്റ് ഒരു വസ്തുവല്ല, ഒരു പേഴ്സൺ ആണ് ഒബ്ജക്റ്റ് വരുന്നത് വെച്ചാൽ എന്താണ്? ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആണെങ്കിൽ ഗെറ്റ് എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. എങ്ങനെയാണ് നോക്കുക? ഗെറ്റ് ടു ഇൻഫിനിറ്റീവ് വരും. അവിടെ ഒബ്ജക്റ്റ് ഒരു വസ്തു ആയപ്പോൾ ഗെറ്റിന്റെ കൂടെ എന്തായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞേ. ഗെറ്റ് ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ ഗെറ്റിന്റെ കൂടെ എന്ത് വന്നിരുന്നു? V3 ആയിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ? ഗെറ്റ് ഒബ്ജക്റ്റ് എന്തായിരുന്നു? ഒബ്ജക്റ്റ് ഇവിടെ എന്തായിരുന്നു? ഒരു തിങ് ആയപ്പോൾ, ഒബ്ജക്റ്റ് ഒരു തിങ് ആയപ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്തത് മക്കളെ? ഒന്ന് പറഞ്ഞേ. ഒബ്ജക്റ്റ് ഒരു തിങ് ആയിരുന്നെങ്കിൽ V3 യൂസ് ചെയ്തു. എന്താണ്? ഗെറ്റ് ഒബ്ജക്റ്റ് ഒരു തിങ് ആയിരുന്നെങ്കിൽ V3 യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആണ്. എന്താണ്? ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? ഒരു പേഴ്സൺ ആയി മാറണം. ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആയിട്ട് മാറുമ്പോൾ ഗെറ്റിന്റെ കൂടെ എന്താണ് മക്കളെ നിങ്ങൾ യൂസ് ചെയ്യുക? V3 അല്ല, എന്താണ്? ടു വെച്ചിട്ടുള്ള ടു വെർബാണ്. ഐ മീൻ ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലെ? ടു ഇൻഫിനിറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ? ഗെറ്റ് ഷോർട്ട് നോട്ട് എഴുതി വെക്കണം. കൺഫ്യൂഷൻസ് വരും. ഓക്കെ, നന്നായിട്ട് എപ്പോഴും ഷോർട്ട് നോട്ട് എഴുതുക. നിങ്ങൾക്കൊരു ഗ്രാമറിന് സ്വന്തമായിട്ട് ക്ലാസ് എടുക്കുന്ന ആ ടൈം മുതൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രാമറിന് ഷോർട്ട് നോട്ട് വേണം. ഗ്രാമറിന് വേണ്ടി മാത്രം നിങ്ങളൊരു നോട്ട്ബുക്ക്
ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടില്ലേ, ഇനി അങ്ങോട്ട് എത്ര കാലം കഴിഞ്ഞാലും ഗ്രാമർ ഒരു മാറ്റം വരാൻ പോകുന്നില്ല മക്കളെ. നിങ്ങൾ ഇനി കുഞ്ഞു മക്കളാണെങ്കിലും വലിയ വലിയ ക്ലാസ്സിലോട്ട് പോവുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ജോബിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് 2 വാക്ക് സംസാരിക്കണം, ചിലപ്പോൾ നമുക്കൊരു ഗ്രാമറിൻ്റെ സഹായം വേണ്ടി വരും. ഓക്കെ, എത്രത്തോളം ഗ്രാമർ വേണ്ടാന്ന് പറഞ്ഞാലും സംസാരിക്കണമെങ്കിൽ ഗ്രാമർ വേണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ ഷോർട്ട് നോട്ട് എഴുതിയെടുത്തെങ്കിൽ അന്നും എന്നും ഏത് കാലത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ആ നോട്ട് സൂക്ഷിക്കാം. സോ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. ഗെറ്റിൻ്റെ കോസറ്റീവ് വെർബ്സ് യൂസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് തിങ് ആണെങ്കിൽ V3 ആയിരിക്കും. ഗെറ്റിൻ്റെ കോസറ്റീവ് വെർബിന് ശേഷം ഒബ്ജക്റ്റ് പേഴ്സൺ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും, ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഗെറ്റ് കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ് കേട്ടോ. ഒരാളെ കൺവിൻസ് ചെയ്യുക, ഒരാളെ എൻകറേജ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കുക പണി. നോക്കാം എന്താണ് നോക്കാം. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഓൾ ദ എംപ്ലോയീസ് ടു അറൈവ് ഓൺ ടൈം. ഇവിടെ ആരാണ്, ഇവിടെ എംപ്ലോയീസ് ആണ് അല്ലേ. എംപ്ലോയീസ് ഇവിടെ എന്താണ്, ഒബ്ജക്റ്റ് ഇവിടെ എന്താണ് മക്കളെ, പേഴ്സൺ ആണ്. ഒബ്ജക്റ്റ് എന്താണ്, പേഴ്സൺ ആണ്. ഹൗ ക്യാൻ ഐ ഗെറ്റ്, ഞാൻ എങ്ങനെ ഓൾ ദ എംപ്ലോയീസ് ടു അറൈവ് ഓൺ ടൈം, ഞാൻ എങ്ങനെ ജോലിക്ക് കറക്റ്റ് ടൈമിൽ വരിക എന്നുള്ളത് എംപ്ലോയീസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണെങ്കിൽ കൂടെ ഞാൻ പറയുന്ന വ്യക്തി എങ്ങനെ അവരെ ആ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് എത്തിക്കും എന്നുള്ളത്, എങ്ങനെ എൻകറേജ് ചെയ്തും കൺവിൻസ് ചെയ്തൊക്കെ എത്തിക്കുക എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം, ഇവിടെ എന്താ നോക്കിയ മക്കളെ, ഗെറ്റ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. എന്ത് കാണുന്നുണ്ട്, ഹൗ ക്യാൻ ഐ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സബ്ജക്റ്റ് പാർട്ടാണ്. ഗെറ്റ് ഇവിടുത്തെ പോസിറ്റീവ് വെർബാണ്. എംപ്ലോയി ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്, പേഴ്സണൽ ഒബ്ജക്റ്റ് ആണ്. സോ ആര് വന്നു, പേഴ്സണൽ ഒബ്ജക്റ്റ് വന്നപ്പോൾ ആര് വന്നു, ടു ഇൻഫിനിറ്റി വന്നു, ടു അറൈവ് വന്നു. ക്ലിയർ ആണല്ലോ. യെസ്. ദെൻ I will get the clerk to clean up this mess. എന്താണ്, I will get the clerk to clean up this mess. ഞാൻ എന്ത് ചെയ്യും, ആ ക്ലർക്കിനെ കൊണ്ട് ചെയ്യും ആ മെസ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യിപ്പിക്കും, ക്ലീൻ ചെയ്യിപ്പിക്കും. ഫ്യൂച്ചറാണ് കേട്ടോ. I will get യൂസ് ചെയ്തു. ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ് മക്കളെ, പേഴ്സൺ ആണ്. സ്വാഭാവികമായിട്ടും ആര് വന്നു, ടു ഇൻഫിനിറ്റീവ്, ടു ക്ലീൻ വന്നു മക്കളെ. എന്താണ്, ടു ക്ലീൻ എന്ന് പറയുന്നത് വന്നു. ദെൻ ഐ ഗോട്ട്, ഇവിടെ എന്താ മക്കളെ, ഗോട്ട് വന്നിരിക്കുന്നത്, പാസ്റ്റ് യൂസ് ചെയ്തു കേട്ടോ. ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഗോട്ട് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ ഗെറ്റിന്റെ പാസ്റ്റ് ആയിട്ടുള്ള ഗോട്ട്. ദെൻ ഇവിടെ എന്താണ്, പോസിറ്റീവ് വെർബാട്ടോ. പോസിറ്റീവ് വെർബായിട്ടുള്ള ഗോട്ട്, ഐ മീൻ ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട്. ഓക്കെ, സോ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഗോട്ട് എന്ന് പറയുന്ന പോസിറ്റീവ് വെർബ്, ഹെർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, പേഴ്സൺ. ഓക്കെ, ടു കട്ട് എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ്. ഐ ഗോട്ട് ഹെർ ടു കട്ട് ദ ലോൺ. അവളെ കൊണ്ട് ഞാൻ ആ പുൽത്തകുടിയൊക്കെ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യിപ്പിക്കും, കട്ട് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യിക്കും, സെറ്റാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അല്ല, ഐ ഗോട്ട് ഹെർ ടു കട്ട് ദ ലോൺ. അവളെ കൊണ്ട് എന്ത് ചെയ്യിക്കുകയാണ്, അവളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ലോണൊക്കെ പുൽത്തകടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ, പാസ്റ്റ് ആണ് കേട്ടോ. ദെൻ മദർ മെയ്ഡ് മീ വാഷ് ദ ഡിഷ്. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നോക്കാം. ഈ ഒരു ഒറ്റ എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പോസിറ്റീവ് വെർബ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ മേക്ക് പഠിച്ചു, ലെറ്റ് പഠിച്ചു, ഗെറ്റ് പഠിച്ചു, ഹാവ് പഠിച്ചു അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോക്കാം, ഹാവിൻ്റെ കേസിലും ഗെറ്റിൻ്റെ കേസിലും മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു 2 സ്ട്രക്ചറിൻ്റെ കാര്യം വന്നിട്ടു അല്ലേ. ഒരു വസ്തു ഒബ്ജക്റ്റ് ആണെങ്കിലും ഒരു വ്യക്തിയാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ V3യും, ഒരു വസ്തു ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു മക്കളെ, V1 അല്ലേ. ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ മാത്രം എവിടെ വന്നു, ഹാവിലും ഗെറ്റിലും മാത്രമാണ് ഈ V3യുടെയും V1ന്റെയും ഒരു സ്ട്രക്ചർ മാറ്റം. ബാക്കിയെല്ലാം സ്ട്രക്ചർ എന്തായിരുന്നു, ഒരേപോലെയായിരുന്നു അല്ലേ. സോ നമുക്ക് എന്തായാലും മൊത്തത്തിൽ പോസിറ്റീവ് വെർബ്സ് എന്താന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവും. മദർ മെയ്ഡ് മീ വാഷ് ദ ഡിഷ്. ഇവിടെ മെയ്ഡ് അല്ലേ, മെയ്ക്കിന്റെ ഒരു ഉദാഹരണം കേട്ടോ ഇത്. എന്നാലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ പോസിറ്റീവ് വെർബ് ഒന്ന് പഠിക്കാം. മദർ മെയ്ഡ് മീ വാഷ് ദ ഡിഷ്. മദർ എന്ന് പറയുന്നതാണ് ഇവിടെ ആര്, ഒന്ന് പറഞ്ഞ്. മദർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണോ ഈ ആക്ഷൻ ചെയ്യാൻ കാരണമായത്,
ആര് കാരണമാണോ ഈ പാത്രം കേൾക്കുക എന്ന് പറയുന്ന ആക്ഷൻ നടക്കുന്നത്, ആ വ്യക്തിയാണ് എന്ത് മക്കളെ, കോസിറ്റീവ് വെർബ് ഉണ്ടാക്കിയിട്ടുള്ള സെന്റൻസിലെ സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? ആരാണോ ആ പ്രവൃത്തി ചെയ്യാൻ കാരണമായത്, ആ വ്യക്തിയാണ് ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ മീൻ ഹിയർ ദ മദർ ഇസ് ദ സബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ, ദെൻ മെയ്ഡ്. സബ്ജക്റ്റിന് സബ്ജക്റ്റിന് ശേഷം വരേണ്ടത് ആരാണ്? കോസിറ്റീവ് വെർബാണ്. ഇവിടെ മെയ്ഡ് വന്നു, അല്ലെങ്കിൽ ലെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹാവ് ഉണ്ട്, ഗോട്ട് ഉണ്ട്, ഗെറ്റ് ഉണ്ട് അല്ലെ? അപ്പോൾ എന്താണ്? സബ്ജക്റ്റിന് ശേഷം ആരാണോ കാരണമാവുന്ന ആ വ്യക്തി സബ്ജക്റ്റ്, അതിന് തൊട്ട് പിന്നിൽ, അതിന് തൊട്ട് ശേഷം ആരാണ് മക്കളെ വരുന്നത്? മേക്ക് ആണ്, അല്ലെങ്കിൽ കോസിറ്റീവ് വെർബാണ് വരേണ്ടത്. ഓക്കെ, ദെൻ മീ. കോസിറ്റീവ് വെർബിന് ശേഷം എന്താണ്? സബ്ജക്റ്റ് ആരെ കൊണ്ടാണോ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്, ആ വ്യക്തി അല്ലെ? സബ്ജക്റ്റ് ആരെ കൊണ്ടാണോ അത് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് കാരണം ആരാണോ അവിടെ ആ പണി എടുക്കുന്നത്, ആ വ്യക്തിയാണ് എന്ത്? ഒബ്ജക്റ്റ്. അത് ചിലപ്പോൾ ഒരു വസ്തു ആവാം, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം. ഓക്കെ, അതാണ് ഇവിടെ ആർക്ക് ശേഷം വരേണ്ടത്? കോസിറ്റീവ് വെർബിന് ശേഷം വരേണ്ടത്. ക്ലിയർ ആണല്ലോ? ദെൻ ശേഷം എന്താണ്? ഒബ്ജക്റ്റ്. ദെൻ ഇവിടെ എന്താണ് മക്കളെ? ഇതെന്താണ്? അതിനുശേഷം, ഐ മീൻ ഈ ഒബ്ജക്റ്റിന് ശേഷമാണ് എന്ത് വരേണ്ടത്? V1 എന്ന് പറയുന്നത്. ഇവിടെ V1 ആണ് വന്നിട്ടുള്ളത്. ഇവിടെ V1 ആണ് വന്നിട്ട്, അത് മേക്ക് ആയതുകൊണ്ടാണ് V1. ഇപ്പം പറഞ്ഞ പോലെ V3 ഒക്കെ വരുന്നുണ്ട് ഹാവിന്റെ കേസിലൊക്കെ കേട്ടോ. അപ്പൊ അതിന് ശേഷമാണ് എന്ത്? എന്റെ വെർബ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ എക്സാമ്പിളിലൂടെ ഞാൻ വീണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, മദർ ദ സബ്ജക്റ്റ്, വ്യക്തി ആരാണോ, ആര് കാരണമാണോ ചെയ്യുന്നത്, ആ വ്യക്തി സബ്ജക്റ്റ്. ദെൻ കോസിറ്റീവ് വെർബിന് ശേഷം ഒബ്ജക്റ്റ്, ആരാണോ ചെയ്യുന്നത്, ഓക്കെ, അതാണ് ഒബ്ജക്റ്റ്. ദെൻ V1 വെർബ് ഫോം. ദെൻ അതിനുശേഷം എന്തായിരിക്കും? അതിൻ്റെ ആ ഒബ്ജക്റ്റ് പാർട്ട്, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതായിരിക്കും വരിക. ക്ലിയർ അല്ലേ? കോസിറ്റീവ് വെർബ് ക്ലിയർ അല്ലേ? വളരെ ഈസി അല്ലേ? നമ്മൾ കാരണം മറ്റൊരാൾ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താണ്? പോസിറ്റീവ് വെർബാണ് കേട്ടോ. നമ്മൾ കാരണം മറ്റൊരാൾ അറിഞ്ഞോ അറിയാതെ ഒരു ആക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാരണം എങ്ങനെയെങ്കിലും മറ്റൊരാൾ ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് പറയും? പോസിറ്റീവ് വെർബ് യൂസ് ചെയ്യും. മക്കളെ ക്ലിയർ ആണല്ലോ? നന്നായിട്ട് എന്ത് ചെയ്യുക? ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഗ്രാമർ പാർട്ടുമായിട്ട് വീണ്ടും കാണാം.